എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ചോറിനൊപ്പം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറി റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ഗ്രേവിയോട് കൂടിയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ കപ്പയുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാനായിട്ട് കിഡ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ മീൻകറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ വലുപ്പമുള്ള 2 അയിലമീനാണ് എടുത്തേക്കുന്നത്. അയിലമീൻ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അയിലമീനോ മത്തിയൊക്കെയാണ് ഈ ഒരു കറിക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് നുറുക്കിയെടുക്കണം. കഷ്ണങ്ങളിലോട്ട് മസാലയൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം വലുപ്പമുള്ള പീസസുകളായിട്ട് നമ്മൾ മുറിച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിനുള്ള അരപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അരമുറി നാളികേരം ചിരകിയതും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. 5 ചുമന്നുള്ളി, 3 പച്ചമുളകുമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അരപ്പിന് വേണ്ടിയിട്ട്. ഈ എടുത്തു വെച്ചിരിക്കുന്ന കൂട്ട പച്ചമുളക് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് തന്നെ നമുക്ക് ഇവയെ അരച്ചെടുക്കേണ്ടതാണ്. ഇനി പുളിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ്. അത്യാവശ്യം പുളിയുള്ളൊരു മാങ്ങ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. തൊലി ഒന്ന് ചെറുതായിട്ട് കരിന്തൊലി ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് നുറുക്കിയെടുക്കണം. അരച്ചെടുത്ത കൂട്ട് ഞാൻ മൺചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരു 2 അയിലമീൻ മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറി ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കുകയും വേണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയിലമീൻ കറിയാണ്. ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാകും. ഓരോരുത്തരും ഓരോ രീതിയിലാണ് മീൻകറി തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലാത്ത സുഹൃത്തുക്കളൊന്ന് തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഈ മീൻകറിയുടെ ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കണം. അത് നല്ല രീതിയിലൊന്ന് ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ മീൻകറിക്ക്. അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 2 പച്ചമുളക് കൂടെ ഞാൻ നെടുകയൊന്ന് ഒടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇത് അധികം എരിവില്ലാത്ത മുളകാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇവ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അയിലമീൻ മാത്രമല്ല, നമുക്ക് മത്തിയും അതുപോലെ ചെറിയ മീനൊക്കെ ഈ ഒരു രീതി തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻകറി തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ ഒന്ന് സെർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റ് കറികളുടെ ആവശ്യമേ ഇല്ല. ഇതിൻ്റെ ഗ്രേവി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് സാധിക്കുന്നതാണ്. അരപ്പൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഇത് തിളപ്പിച്ചത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. ഇനി മീനിൻ്റെ കഷ്ണങ്ങളോട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ളൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പിന്നീട് നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കാനും. മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഗ്രേവിയിലൊന്നും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ചെറുതായിട്ട് തവി കൊണ്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിന്നീട് നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മൾ എപ്പോഴും തയ്യാറാക്കി എടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ച് തന്നെ തയ്യാറാക്കി എടുക്കണം. ഇടയ്ക്ക് തുറന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വറ്റി ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. മീനൊക്കെ തിളച്ച് വറ്റി അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊന്ന് താളിച്ചും കൂടെ ചേർക്കണം. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും നമ്മുടെ ഈ ഒരു കറിക്ക്. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഉലുവയിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇവിടെ ഞാനൊരു 5 കഷ്ണം ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറി ലീഫും കൂടെയാണ് ഇനി മൂപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു രീതിയിൽ താളിച്ച് ചേർത്തില്ലെങ്കിലും നമ്മുടെ മീൻകറിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവയും കൂടെ മൂപ്പിച്ച് ചേർക്കുന്നത്. ഇവയെല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേന് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഈ മൂപ്പിച്ചെടുത്ത കൂട്ടിന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയിട്ട് അയിലമീൻ കറിയിലോട്ട് ഒഴിച്ചു കഴിയുമ്പോഴേക്കിന് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ കറി തയ്യാറാക്കി ഉടനെ തന്നെ സെർവ് ചെയ്യാതെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്.
കുത്തരി ചോറിനോടൊപ്പം ഇതേലെ ഒരു സ്പൂൺ കറിയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ കറിയുടെ ആവശ്യമേ ഇല്ല. ചോറ് തീരുന്നത് അറിയത്തേ ഇല്ല. അത്രയ്ക്ക് കിടു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അയലമീൻ കറിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവച്ചത്. ഇന്നത്തെ ഈ മീൻകറി റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഇനേബിൾ ആക്കി ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുമുള്ളൂ. അവസാനം നമ്മൾ കൊച്ചുള്ളിയൊക്കെ മൂപ്പിച്ച് ചേർക്കുമ്പോൾ ലേശം കാശ്മീരി മുളക് പൊടിയുടെ ഒന്ന് വറുത്ത് ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ഒരു കളറും കൂടെ കിട്ടും. അതാണ് ഞാൻ അവസാനം ആ കാശ്മീരി മുളക് പൊടി മൂപ്പിച്ച് ചേർത്തത്. എന്നും നമ്മൾ ഒരേ രീതിയിലൊക്കെ മീൻകറി തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്ത രുചിക്കൂട്ടുകളൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.